ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്നു. രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭരണഘടന ഭാരതത്തിന്റെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമെന്നും രാഷ്ട്രപതി. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സുപ്രീംകോടതിയിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വാർഷിക റിപ്പോർട്ടും പ്രകാശനം ചെയ്യും. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തരോട് ഒരു കാരണവശാലും അപമര്യാദയായി പെരുമാറരുതെന്ന് സംസ്ഥാന പോലീസിന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. തൃശൂരിൽ നടന്ന ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രാത്രികാല വാഹന പരിശോധന കർശനമാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെന്നും മന്ത്രി. കരകൌശല മേഖലയിൽ കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രത്യേക പദ്ധതിക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തി സഹായം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതിന്റെ 75ാം വാർഷികമാണ് ഇന്ന്. 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. 1950 ജനുവരി 26-നാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത്. ഭരണഘടനാ ദിനാഘോഷത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന പേരിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നത്. ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവാണെന്നും ഓരോ ഭാരതീയനും ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ സംവിധാൻ ഭവനിൽ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തിന്റെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ് ഭരണഘടനയെന്നും ഭരണഘടനാ ശില്പി ബാബാ സാഹിബ് അംബേദ്കറെയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും അതിനായി പ്രവർത്തിച്ച ഓരോരുത്തരെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. संविधान हमारे देश का सबसे पवित्र ग्रंथ है. आज हम सब एक ऐतिहासिक अवसर के भागीदार भी बन रहे हैं और साक्षी भी. 75 वर्ष पहले संविधान सदन के इसी केंद्रीय कक्ष में आज ही के दिन संविधान सभा ने नवस्वाधीन देश के लिए संविधान निर्माण का बहुत बड़ा कार्य संपन्न किया था. ഭരണഘടനയുടെ സംസ്കൃതം, മൈഥിലി ഭാഷകളിലുള്ള പതിപ്പും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് സുപ്രീംകോടതിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ 2023-24 വാർഷിക റിപ്പോർട്ടും പ്രകാശനം ചെയ്യും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, സുപ്രീംകോടതിയിലെ മറ്റ് ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരാകും. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കുകയാണ്. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഇന്ന് രാവിലെ 500ഓളം യുവഭാരത് വളണ്ടിയർമാർ അണിനിരന്ന പദയാത്ര സംഘടിപ്പിച്ചു. നിയമസഭാ പരിസരത്ത് സമാപിച്ച പദയാത്രയിൽ വിവിധ യുവജന സംഘടനകളും വിദ്യാർത്ഥി പ്രതിനിധികളും പങ്കെടുത്തു. തുടർന്ന് ഭരണഘടനാ ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ എ എൻ ഷംസീർ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. നിയമസഭാ ലൈബ്രറിയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിച്ചു. ഈ മാസം 28 വരെയാണ് പ്രദർശനം. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരോട് ഒരു കാരണവശാലും അപമര്യാദയായി പെരുമാറരുതെന്ന് പോലീസിന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. പ്രത്യേകതകൾ ഉള്ള ആരാധനാലയമാണ് ശബരിമലയെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ശബരിമലയിലെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശബരിമല തിരുമുറ്റത്തും സോപാനത്തിലുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണം നടത്തിയത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഈ വിഷയത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമലയിൽ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഒരേ സമയം സ്ക്വാഡുകളെ വിന്യസിച്ച് എക്സൈസ് വകുപ്പ് പരിശോധന ശക്തമാക്കി. സന്നിധാനത്ത് മാത്രമായി 35 റെയ്ഡുകളാണ് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ സംഘടിപ്പിച്ചത്. 238 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 47,600 രൂപ പിഴയും ചുമത്തി. 725 ഗ്രാം പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. അതിഥി തൊഴിലാളി ക്യാമ്പുകളും കടകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും വ്യാപകമാക്കിയിട്ടുണ്ട്.
തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞുകയറി 5 പേർ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഗതാഗത കമ്മീഷണറുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോറി ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും പെർമിറ്റും റദ്ദാക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച ക്ലീനർക്കെതിരെ നിയമപരമായി പരമാവധി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ശ്രീ ഗണേഷ് കുമാർ ഡ്രൈവറും ക്ലീനറും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണെന്നും വ്യക്തമാക്കി. അപകടവുമായി ബന്ധപ്പെട്ട് വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു. രണ്ടുപേരും വാഹനം ഓടി തുടങ്ങിയ സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു. നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട്. ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യപിച്ചുള്ള യാത്രകളെയും രാത്രികാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു. അത് ഈ അടുത്ത ആഴ്ചയോടെ അത് ഒരു വലിയ ഡ്രൈവായി വരും. ഇന്ന് പുലർച്ചെയാണ് തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടികളിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി 5 പേർ മരിച്ചത്. നാട്ടികയിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കാൻ മന്ത്രി എം പി രാജേഷ് തൃശൂർ മെഡിക്കൽ കോളേജിലെത്തും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിയുടെ സന്ദർശനം. ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. യോഗത്തിന് ശേഷം പാർട്ടി സംസ്ഥാന നേതൃയോഗവും ചേരുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ലോക്സഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം യോഗത്തിൽ ചർച്ചയായേക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കരകൌശല മേഖലയിൽ കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രത്യേക പദ്ധതിക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തി സഹായം നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരള കരകൌശല വികസന കോർപ്പറേഷന്റെ കൈരളി കൊല്ലം ഷോറൂം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരകൌശല മേഖലയിൽ ഉള്ളവരുടെ തൊഴിൽ ലഭ്യതയും സാമ്പത്തിക സാമൂഹിക ഉന്നമനവും ലക്ഷ്യമിട്ടാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. കണ്ണൂരിനെ ഹരിത ശുചിത്വ ജില്ലയാക്കി മാറ്റുന്നതിന് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള കർമ്മ പദ്ധതി പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മാലിന്യ സംസ്കരണ രംഗത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ മാലിന്യ സംസ്കരണത്തിന് അടിസ്ഥാന സൌകര്യമൊരുക്കുന്നതും ലക്ഷ്യമിട്ടാണ് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത്. മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് ആവശ്യമായ ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ, ശുചിത്വ ടൌണുകൾ, ഹരിത വിദ്യാലയങ്ങൾ, ഹരിത സ്ഥാപനങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പരിവർത്തനപ്പെടുത്തൽ എന്നിവയിൽ കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. സാങ്കേതിക പിന്തുണ ആവശ്യമുള്ള പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള ഇടപെടലുകളും കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 29 വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിരവിമുക്ത ദിനമായ ഇന്ന് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലും അംഗനവാടികളിലും കുട്ടികൾക്ക് വിരഗുളിക നൽകി. കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന വിരബാധയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഏതെങ്കിലും കാരണത്താൽ ഇന്ന് വിരഗുളിക ലഭിക്കാത്ത കുട്ടികൾക്ക് ഡിസംബർ 3 ഗുളിക നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ 6ാം ദിവസമായ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി 70-ലധികം സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യ വോട്ട്സ്, സ്ട്രൈഡ്, ബിയോണ്ട് ദ കോർട്ട്, ദ ഇന്ത്യൻ വീൽചെയർ ബാസ്കറ്റ്ബോൾ ജേണി തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ഇന്ത്യൻ സിനിമകളും വിദേശ ചലച്ചിത്രങ്ങളും, ഓഡിയോ വിവരണം, ആംഗ്യഭാഷ എന്നിവയും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അടുത്ത മാസം 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 29ാമത് IFFKയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷന് മികച്ച പ്രതികരണം. നവംബർ 25 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 8 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 180ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി പഞ്ചാബ് എഫ്സിയെ നേരിടും. രാത്രി 7:30 മുംബൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് എഫ്സിക്കെതിരെ ഒഡീഷ എഫ്സി വിജയിച്ചിരുന്നു. ഇന്ന് ദേശീയ ക്ഷീരദിനം. ധവള വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ഇന്ന് ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്നു. രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭരണഘടന ഭാരതത്തിന്റെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമെന്നും രാഷ്ട്രപതി. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സുപ്രീംകോടതിയിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വാർഷിക റിപ്പോർട്ടും പ്രകാശനം ചെയ്യും. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തരോട് ഒരു കാരണവശാലും അപമര്യാദയായി പെരുമാറരുതെന്ന് സംസ്ഥാന പോലീസിന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം.
തൃശൂരിൽ നടന്ന ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രാത്രികാല വാഹന പരിശോധന കർശനമാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെന്നും മന്ത്രി. കരകൌശല മേഖലയിൽ കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രത്യേക പദ്ധതിക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തി സഹായം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.